പ്രിയപ്പെട്ടവരെ, എല്ലാവരിലും പരമകാരുണികന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചന്ദ്രമാസം റമദാനിലെ ചന്ദ്രന്റെ സ്വയം തിരിയലും ഭൂമിയെ ചുറ്റലും അവസാനിക്കുന്നത് അത് ആരംഭിച്ചിട്ട് 30ാമത്തെ ദിവസമാണ്. അതായത് റമദാൻ 30ന്റെ മാസമാണ് എന്നർത്ഥം. റമദാൻ 30 വ്യാഴാഴ്ച മാർച്ച് 19 വേൾഡ് ടൈം 1:23 അത് സംഭവിക്കുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ത്യൻ സമയം മാർച്ച് 19 വ്യാഴാഴ്ച രാവിലെ 6:53. തൊട്ടടുത്ത നിമിഷം തന്നെ അടുത്ത ചന്ദ്രമാസത്തിലെ, അതായത് ശവ്വാൽ മാസത്തിലെ ഭ്രമണ പരിക്രമണങ്ങൾ ചന്ദ്രൻ ആരംഭിക്കും. ഒരു ഭ്രമണ പരിക്രമണം അവസാനിച്ച് അടുത്ത ഭ്രമണ പരിക്രമണം തുടങ്ങുന്നതിനാണ് നാം ചന്ദ്രപ്പിറവി എന്ന് പറയുന്നത്. അഥവാ ചന്ദ്രൻ ഒരു മാസത്തിൽ നിന്നും അടുത്ത മാസത്തിലേക്ക് കടക്കുന്ന ആ ഒരു പ്രതിഭാസമാണ് ചന്ദ്രപ്പിറവി. വേൾഡ് ടൈം 1:23 എന്ന് പറയുമ്പോൾ ദിവസത്തിൻ്റെ ആദ്യ സമയത്താണ് ചന്ദ്രപ്പിറവി ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാം. അന്ന് വ്യാഴാഴ്ച ഏതാണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ചന്ദ്രൻ അസ്തമിക്കുക. കോഴിക്കോട്ട് സൂര്യൻ അസ്തമിച്ച് 20 മിനിറ്റ് കഴിഞ്ഞിട്ടും മക്കയിൽ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുമാണ് ചന്ദ്രൻ അസ്തമിക്കുന്നത്. 30-നപ്പുറം ഒരു മാസത്തിന് ദിവസങ്ങളില്ലാത്തതിനാൽ അന്ന് ചന്ദ്രപ്പിറവി അന്വേഷിക്കേണ്ട കാര്യമില്ല. 29 ആണെങ്കിൽ മാത്രമേ ചന്ദ്രപ്പിറവി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിൽ അധികം ആളുകളും റമദാൻ തുടങ്ങിയത് ഒരു ദിവസം വൈകിട്ടാണ്. ഫെബ്രുവരി 19 അവർ റമദാൻ ആരംഭിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 19 എന്ന് പറയുന്നത് അവരുടെ റമദാൻ 29. അതുകൊണ്ട് തന്നെ അന്ന് അവർ ചന്ദ്രപ്പിറവി ഉണ്ടോ എന്ന് പരിശോധിക്കും. 20 മിനിറ്റ് ആകാശത്ത് സൂര്യാസ്തമയ ശേഷം ചന്ദ്രൻ ഉണ്ടെങ്കിൽ കാണാൻ സാധ്യതയുണ്ട് എന്ന് പലരും ധരിക്കും. പക്ഷേ ഒരിക്കലും 20 മിനിറ്റിൻ്റെ അസ്തമയ വ്യത്യാസം കൊണ്ട് കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 48 മിനിറ്റിൻ്റെ അസ്തമയ വ്യത്യാസം ഉണ്ടാകണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 20 മിനിറ്റ് എന്ന് പറയുന്നത് 5 ഡിഗ്രിയാണ്. അതായത് ആകാശത്ത് സൂര്യനും ചന്ദ്രനുമായിട്ടുള്ള അകലം 5 ഡിഗ്രി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്രയും മാത്രം അകലം എന്ന് പറയുമ്പോൾ അത് ചന്ദ്രൻ സൂര്യൻ്റെ പ്രഭയിലായിരിക്കും. സൂര്യൻ്റെ പ്രഭയിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ 12 ഡിഗ്രിയെങ്കിലും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ 20 മിനിറ്റിൻ്റെ അസ്തമയ വ്യത്യാസത്തിൽ ചന്ദ്രനെ കാണുക സാധ്യമല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്.